ഹലോ ഹായ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ദിവസമായി നമ്മൾ ക്ലാസ് എടുത്തിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പോർഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു ഭാഗം കൂടെ, ചെറിയൊരു പോർഷനും കൂടെ നമ്മൾ എടുക്കാനുണ്ടായിരുന്നു മോണ്ടിസോറി ഫിലോസഫിയിൽ. അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്ലാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ പറയാനുണ്ടായിരുന്നു അല്ലേ? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് എവിടെ വരെ പറഞ്ഞു എന്നുള്ളത്? ഓർമ്മ ഉണ്ടോ? സ്പിൻഡിൽ ബോക്സ് കഴിഞ്ഞ് നോക്കാം. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ അല്ലേ? ഏത് പോർഷൻ തൊട്ടാ തുടങ്ങാനുള്ളത് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റോൾ പ്രിപ്പറേഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് എ മോണ്ടിസോറി ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പോർഷനല്ലേ അതിന് എടുക്കാനുള്ളത്? അവിടെ നിന്നല്ലേ? കണ്ടോ? ഇനി അതല്ലേ പറയാനുള്ളത്, രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗങ്ങള്. യെസ്, പേജ് നമ്പർ 64 ആണ് മിസ്സിന്റെ ബുക്കിൽ. നിങ്ങളൊന്ന് പേജ് നമ്പർ മെൻഷൻ ചെയ്തോളൂ. കുറച്ചേ ഉള്ളൂ, നമ്മളൊരു ചെറിയൊരു ക്ലാസ് അതോടെ മൈൻഡപ്പ് ചെയ്യും. ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ അത് എടുക്കാൻ പറ്റിയില്ല, കുറച്ചും കൂടെ പോർഷൻ ഉണ്ടായിരുന്നു. ടൈം ഒരുപാടായപ്പോൾ നമ്മൾ മൈൻഡപ്പ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കാം നമുക്ക്. റോൾ പ്രിപ്പറേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഡയറക്ടേഴ്സ്. ഒരു മോണ്ടിസോറി ഡയറക്ടർ അതെടുത്തിട്ടുണ്ടോ? അതിനുശേഷം എവിടെ നിന്ന് എടുക്കാനുള്ളത്? വളരെ കുറച്ച് എടുക്കാനുള്ളൂ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എവിടെയെന്നൊരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, ഇനി ഡെയിലി ആക്ടിവിറ്റീസ് ഇൻ എ മോണ്ടിസോറി സ്കൂൾ എന്ന് പറയുന്ന പോർഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അവിടെ ഒരു മോണ്ടിസോറി സ്കൂളിൽ സാധാരണയായി നമ്മൾ ടൈം ടേബിൾ എന്നൊക്കെ പറയൂലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ഒരു മോണ്ടിസോറി സ്കൂളിന് ആവശ്യമായി വരുന്നത്? ഫസ്റ്റ് എന്താ പറയുന്നത്? നമ്മൾ ഇതൊക്കെ ടൈമിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. അതിനനുസരിച്ച് സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റം വരുത്താം. ഓരോ സ്ഥാപനത്തിലും ഓരോ രീതിയിലായിരിക്കും. 8:50 ബെല്ലടിക്കുന്ന സ്കൂളുണ്ട് അല്ലെ, 9 മണിക്ക് ബെല്ലടിക്കുന്ന സ്കൂളുണ്ട്. പല ടൈം ആയിരിക്കും കേട്ടോ. അവിടെ എന്താണ്, ഫസ്റ്റ് നമ്മൾ എൻട്രൻസ് അല്ലെ, ആദ്യം കുഞ്ഞുങ്ങൾ വരുന്നു, ഗ്രീറ്റിംഗ് വിഷ് ചെയ്യുന്നു അല്ലെ, പരസ്പരം കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, വിഷ് ചെയ്യുന്നു. ആദ്യം അതാ ചെയ്യുന്നത്. പിന്നെന്താണ്, ഇപ്പൊ അവരുടെ ഇൻസ്പെക്ഷൻ ആസ് എ പേഴ്സണൽ ക്ലീൻനെസ്. അവർ പേഴ്സണലി ക്ലീൻ അല്ലേ. നമുക്കറിയാം മോണ്ടിസോറി ലാബിന് വന്നവർക്ക് ശരിക്കും അറിയാൻ പറ്റും മോണ്ടിസോറി ക്ലാസിന്റെ ഒരവസ്ഥ. ലാബിനൊക്കെ വന്നവർക്ക് അറിയാൻ പറ്റും, നല്ല നീറ്റ് അല്ലായിരുന്നോ അല്ലേ? അപ്പോൾ ഇനി ലാബിന് വരാനുള്ളവർക്കും കൂടെയാണ് മിസ് പറയുന്നത്, നല്ല നീറ്റ് ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മുടെ ഇൻസ്പെക്ഷൻ ആണ്, കുട്ടികൾ ക്ലീൻ അല്ലേ എന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കുക. പിന്നെന്താണ്, പ്രാക്ടിക്കൽ ലൈഫിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ഓൺ അനദർ ടു ടേക്ക് ഓഫ് ആൻഡ് പുട്ട് ഓൺ ദ അപ്രോൺസ്. പിന്നെ ഗോയിങ് ഓവർ ദ റൂം ടു സീ ദാറ്റ് എവറിത്തിങ് ഈസ് ഡസ്റ്റഡ് ഇൻ എ ഓർഡർ. പിന്നെ ലാംഗ്വേജ് കോൺവെർസേഷൻ പീരീഡ് ആണ്. ചിൽഡ്രൻ ഗിവിങ് അക്കൗണ്ട് ഓഫ് ഇവന്റ്സ് ഓഫ് ദ ഡേ ബിഫോർ. എന്തൊക്കെയാ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് അവിടെ കൊടുക്കാം. പ്രാർത്ഥന കൊടുക്കാം. അതാ നമ്മൾ പറയാം റിലീജിയസ് എക്സസൈസ് ആണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥന ഉൾപ്പെടുത്താം.
അത് പല ഭാഗങ്ങൾ നമ്മളവിടെ എന്താണ് നോർമൽ സ്കൂൾ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലൊക്കെ ഉള്ള സ്കൂളിൽ പ്രാർത്ഥനയാണ് കൊടുക്കുക. അപ്പൊ ചിലയിടത്ത് എന്തായിരിക്കും മതപരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ അല്ലെ ആചാരങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ റൂമിൽ പോയിട്ട് നമ്മുടെ മോണ്ടിസോറി അപ്പാറ്റസ് ഒക്കെ ഓക്കെ അല്ലേ, ഇനി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം ഒന്ന് പൊടി തട്ടും. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ടേബിളൊക്കെ നീറ്റാക്കൂലേ, ശരിക്കും നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും ടേബിൾ എന്ത് ചെയ്യും, അഴുക്കാവും. പക്ഷെ നമ്മൾ നല്ല നീറ്റ് ആക്കിയിട്ടല്ലേ ഫുഡ് കഴിക്കാതിരിക്കാം. അതേ രീതിയിൽ തന്നെ അത് നമ്മൾ മോണ്ടിസോറി അപ്പാറ്റസിന്റെ അടുത്ത് പോകും. രാവിലെ തന്നെ അപ്പാറ്റസ് ഒക്കെ പൊടി തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കും. ഓർഡറൊക്കെ അവിടെ ഇവിടെ തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അപ്പാറ്റസ് ഒക്കെ എന്ത് ചെയ്യും, കറക്റ്റ് ഓർഡറിൽ വെക്കും. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, വിഷ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താണ് കോൺവെർസേഷൻ പീരീഡ്, പരസ്പരം ചെറിയ രീതിയിൽ സംഭാഷണങ്ങളും വെൽക്കൊക്കെ നമ്മൾ ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും, 10 മണി മുതൽ 11 മണി വരെ എന്താണ് ഇന്റലക്ച്വൽ എക്സസൈസ് ആണ്. അവിടെ എന്താണ് കുട്ടികൾക്ക് നമ്മൾ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കും അല്ലെ, സെൻസ് എക്സസൈസ്. അവിടെ നമ്മൾ പറയുന്നത് ഒബ്ജക്ട് ലെസൺ ഇന്ററപ്റ്റഡ് ബൈ ഷോർട്ട് റെസ്റ്റ് പീരീഡ്. നമ്മൾ എന്ത് കൊടുക്കും അവർക്ക് ആ ഒരു സമയത്ത് 10 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും, പഠിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. പുതിയ എന്തെങ്കിലും ലെസൺ പരിചയപ്പെടുത്തും അല്ലെ, നമ്മൾ അംഗനവാടിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ 1 മണിക്കൂർ. പിന്നീട് 11:30 ആവുമ്പോ ഒരു മിനിറ്റ്, ഇപ്പൊ ഓക്കെ ആയോ നോക്കൂ, സെറ്റായോ? ഓക്കെ. പിന്നെ 11:30 ആവുമ്പോ ചെറുതായിട്ടുള്ള ജിംനാസ്റ്റിക് എക്സസൈസുകൾ നമ്മൾ കൊടുക്കും അല്ലെ. അവർക്ക് എന്ത് ചെയ്യണം, ബോഡി ആയിട്ടുള്ള അവരുടെ ബോഡി ഫിറ്റ് ആവാൻ വേണ്ടി ചെറിയ ചെറിയ ജിംനാസ്റ്റിക് എക്സസൈസുകൾ എന്തൊക്കെയാണ്, നല്ല രീതിയിൽ മൂവ്മെന്റ് നടക്കുന്ന. പിന്നെ എന്താണ് നോർമൽ പൊസിഷൻ ഓഫ് ബോഡി, നമ്മുടെ ശരിയായ ബോഡി പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ശരിയായ ബോഡി പോസ്റ്റേഴ്സ്, നടക്കുന്നത്, മാർച്ച് ചെയ്യുന്നത്, മാർച്ചിങ് ഇൻ എ ലൈന്, പിന്നെ സല്യൂട്ട് ചെയ്യുന്നത്, മൂവ്മെന്റ് ഓഫ് അറ്റൻഷൻ, ചില സ്റ്റോറീസ് ഒക്കെ പറഞ്ഞുകൊണ്ട് മൂവ്മെന്റ് ഓഫ് അറ്റൻഷന്, പ്ലേസിങ് ഓഫ് ഒബ്ജക്ട് ഗ്രേസ്ഫുള്ളി, ശരിയായ രീതിയിൽ ഒബ്ജക്റ്റ് കറക്റ്റ് ചെയ്ത് വെക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കൂടി ഒന്നും കൊടുക്കൂല, 1/2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. ബ്രീത്തിങ്, അവർക്ക് എന്തെങ്കിലും എക്സസൈസ്, യോഗ എന്നും എല്ലാം കൊടുക്കൂല. അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെന്താ ചെയ്യുന്നത്, 11:30 to 12 മണി വരെ ലഞ്ച് ടൈമാണ്, ഒരു റീഫ്രഷ്മെന്റ് ആണ്. ആ സമയത്ത് ഒരു ഷോർട്ട് പ്രയർ കൊടുക്കും. പിന്നെ അവർക്ക് ഫ്രീ ഗെയിം പറഞ്ഞാൽ എന്താണ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കളിക്കാൻ പറ്റും. ഓക്കെ, 12 മണി മുതൽ 1 മണി വരെ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണേ, കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കുട്ടിക്ക് കളിക്കാം. നമ്മളെ നിർദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല, അവൻ എന്താണോ ഇഷ്ടം അത് കളിക്കാം. ഇനി അവിടുന്ന് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്ത് എന്താണ്, ഡയറക്റ്റഡ് ഗെയിമാണ്. അവിടെ ചിലപ്പോൾ ആയിരിക്കും കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി എന്തായിരിക്കും, ഇൻഡോർ ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, ഔട്ട്ഡോർ ആയിരിക്കും. എങ്ങനെയാണെങ്കിലും കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി ഡയറക്റ്റ് ഗെയിമാണ്. നമ്മളാണെന്ത് അത് ഡയറക്റ്റ് ചെയ്യുക. കുട്ടിക്ക് തോന്നിയ ഗെയിം കളിക്കാനൊന്നും പറ്റൂല. നമ്മൾ എന്താണോ പറയുന്നത് അത് കുട്ടിക്ക് ഫ്രീ ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. എന്തൊക്കെയാണ്, പ്രാക്ടിക്കൽ ലൈഫ് അല്ലെ, പ്രാക്ടിക്കൽ ലൈഫിൽ പിന്നെ ക്ലീനിങ് ദ റൂം, ഡസ്റ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമാണ്. മെറ്റീരിയൽസ് ഒക്കെ ഓർഡറിൽ വെക്കുക. പിന്നെ കുട്ടികൾ ക്ലീൻ അല്ലേ, എല്ലായിടത്തും ക്ലീൻ അല്ലേ നോക്കുക. ചെറിയ കോൺവെർസേഷൻ ഏരിയ, അങ്ങനെ അവർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഗെയിംസും പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്, 2 മണി മുതൽ 3 മണി വരെ മാനുവൽ വർക്കാണ്.
നമുക്ക് ക്ലേ മോഡലിംഗ് കൊടുക്കാം, ഡിസൈൻ കൊടുക്കാം, പസിൽസ് കൊടുക്കാം, ബിൽഡിംഗ് ബ്ലോക്സ് കൊടുക്കാം. എന്തെങ്കിലും അവർക്ക് ഇരുന്നോണ്ട് അല്ലെ, അവരുടെ ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ് കൊടുക്കുക, പെയിന്റിങ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. നെക്സ്റ്റ് എന്താണ്? 3 മണി മുതൽ 4 മണി വരെ കളക്റ്റീവ് ജിംനാസ്റ്റിക് ആൻഡ് സോങ് അല്ലെ, ജിംനാസ്റ്റിക് അതുപോലെ തന്നെ സോങ്. പിന്നെ എന്ത് ചെയ്യാണ്, വേണമെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള എക്സസൈസുകൾ, പിന്നെ ഓപ്പൺ എയർ ആക്ടിവിറ്റി, പുറത്തിറങ്ങിയിട്ടുള്ള വിസിറ്റ്, പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാം, ചുറ്റുപാടുകൾ എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യുക, പിന്നെ പ്ലാന്റിനെയും ആനിമൽസിനെയും പരിചരിക്കുക, പിന്നെ ആരെങ്കിലും സന്ദർശിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വിസിറ്റ് ചെയ്യുക, പിന്നെ ചെറുതായിട്ടുള്ള പിക്നിക് ടൂർ അല്ലെ, വൈകുന്നേരം കുറച്ച് സമയം അടുത്തൊക്കെ എവിടെയെങ്കിലും ഒരു സൂ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്ത് വരാം. ഒന്നുമില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, പ്രകൃതി ഒബ്സർവ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അല്ലെങ്കിൽ മണ്ണിൽ എഴുതി പഠിക്കുക, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും ലാസ്റ്റ് ടൈമിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഒബ്സർവേഷൻ, സ്റ്റഡി വിസിറ്റ്, ലോങ് വാക്ക് ആൻഡ് നാച്ചുറൽ ഒബ്സർവേഷൻ. ഇതൊക്കെ പാടെ പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇതുവരെ പഠിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഓർമ്മിക്കാന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം, നമ്മൾ 2.5 വയസ്സിന് മുമ്പാണെങ്കിലും അല്ലേ, 2.5 വയസ്സിന് ശേഷമാണെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് എന്ത്, പ്രകൃതിയെ. കുട്ടികൾക്ക് പ്രകൃതിയെ വളരെ വളരെ ഇഷ്ടമാണ് അല്ലേ, അല്ലേ? പ്രകൃതി എന്താണ്, കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾക്ക് പ്രകൃതിയിൽ എന്തില്ല, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നമുക്കില്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണോ? അല്ല, അവൾക്ക് ഭയങ്കര പ്രകൃതി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. അപ്പൊ മിസ്സിന്റെ മോനൊക്കെ 6 മാസേ ആയിട്ടുള്ളൂ, അവന് ഏറ്റവും ഇഷ്ടം എന്താണ്, പുറത്തിറങ്ങുന്നതാ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അവനെയും കൂടെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവനെന്ത് ചെയ്യും, കറിവേപ്പിൻ്റെ ഇല 2 അവൻ പറിച്ചിട്ടുണ്ടാവും, 6 മാസേ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ക്യാറ്റ് അല്ലെ, പൂച്ചനെ കാണുന്നത്, കോഴിനെ കാണുന്നത്, മീനിനെ കാണുന്നത്. ഇപ്പോൾ വീട്ടിൽ എന്തുണ്ട്, ചെറിയൊരു നമ്മൾ ചെറുതായിട്ട് ഒരു ബൗളിൽ എന്തുണ്ട്, മോന് എന്തുണ്ട്, മീനെ വളർത്തുന്നുണ്ട് അല്ലേ. ഓക്കെ, അശ്വതി ഉഷാറാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മീനിനെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ ആ മീനിനൊക്കെ എന്ത് ചെയ്യണേ, കണ്ടോണ്ടിരിക്കാന് ഭയങ്കര ഇഷ്ടം, അത് ഇളകുന്നത് കാണാൻ ഇഷ്ടമാണ്. അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയാണെന്ത്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം അല്ലേ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി, നമ്മൾ ഈ ഫാനിന്റെയും മേസയുടെയും കാറ്റിനേക്കാളും അവർക്ക് ഇഷ്ടം എന്താണ്, പുറത്തിറങ്ങുന്നതല്ലേ അല്ലേ. 6 മാസം അതുപോലെ തന്നെ 7 മാസം 8 മാസം അവർക്കതാണ് ഇഷ്ടം. ആകാശം കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന സമയമാണെന്നാണ് പറയുന്നത്. അവർ ഒബ്സർവ് ചെയ്യും, കിളികളുടെ സൗണ്ട് ഇഷ്ടമാണ്, അത് അവർ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. നമുക്കെല്ലാം ഓക്കെയാണ്, നമുക്ക് കിളി വന്നാലും കിളി പോയാലും അല്ലേ, കാറ്റ് വന്നാലും കാറ്റടിച്ചാലും നമുക്കൊരു വിഷയമല്ല. ഇനി എങ്ങോട്ടേ പോയാൽ നമുക്കൊന്നിട്ട് കാണാനുമില്ല. അപ്പോൾ കുറച്ച് ഏജ് ആകുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമ്മൾ പുറത്തിറങ്ങി ടൂറൊക്കെ പോകുന്ന സമയത്ത്, മിസ്സിന്റെ വീട് പുഴൻ്റെ അടുത്താണ്, എൻ്റെ സ്വന്തം വീട് പുഴൻ്റെ അടുത്താണെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റം കഴിഞ്ഞിട്ട് ഒരു തൊടിയാണ്, ആ തൊടി കഴിഞ്ഞാൽ പുഴയാണ്. പക്ഷെ നമ്മൾ ആ പുഴയിലേക്ക് പോകാറേ ഇല്ല. ഞാൻ ചിലപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും, പുഴയിൽ ഇപ്പോൾ വെള്ളം എങ്ങനെയുണ്ട്, പോയിട്ടുണ്ടാവില്ല. നമുക്കത് അങ്ങനെ ഒരു പുഴ അവിടെ ഉള്ളത് തന്നെ എന്ത് ചെയ്യില്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഹസ്ബൻഡൊക്കെ വരുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് അല്ലെ, പുഴയിൽ വെള്ളം ചോദിക്കുമ്പോഴാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത, നമ്മൾ പിന്നെ ടൂറൊക്കെ പോകുന്ന സമയത്ത് പുഴക്കരയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കും അല്ലേ, ഫുഡ് കഴിക്കും, എന്നിട്ട് ആ പുഴയിൽ പോയി കൈ കഴുകും. അപ്പൊ നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു അനുഭവമായിട്ട് 3 മണി 4 മണി സമയത്തൊക്കെ നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് വലിയൊരു അനുഭവമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ നമ്മുടെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂല, ശ്രദ്ധിക്കൂല കേട്ടോ. പിന്നെ മരിയ മോണ്ടിസോറി പറഞ്ഞത് എന്താണ്, കുട്ടികളുടെ കാര്യം പറയുന്നത്, കുട്ടികൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. 2.5 വയസ്സിലും 3 വയസ്സിലൊക്കെ കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ, എൻവയോൺമെന്റ് ക്ലോസ്ലി ആൻഡ് സ്റ്റാർട്ട് സോഷ്യലൈസേഷൻ അല്ലെ. 2.5 വയസ്സിലൊക്കെ കുട്ടി എന്ത് ചെയ്യും, നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുട്ടി സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങും, സമൂഹത്തെ മനസ്സിലാക്കാൻ തുടങ്ങും, ആളുകളോട് ഇടപഴകാൻ ഇഷ്ടപ്പെടും കേട്ടോ.
വീണ്ടും സ്റ്റക്കായോ? ഒന്നിപ്പോൾ എന്താ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടോ? ഓക്കെ ആയോ? എന്നൊരു സ്റ്റെക്കിൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ ആയോ? ഇപ്പോൾ വേറെ ദിവസം വെക്കാനെൻ്റെ ഇല്ല. ഓക്കെ ആയോ? ഇപ്പോൾ സെറ്റായില്ലേ? എപ്പോഴും ഓക്കെ. ഇന്നൊരു ക്ലാസ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റെക്കാണെങ്കിൽ നടക്കൂല. നോക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് 2.5 വയസ്സിലെ 3 വയസ്സിലെ കുട്ടികൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അല്ലേ? അവർക്ക് എന്താണ് എങ്ങനാ? വരുന്നുണ്ട്. ഓക്കെ ശ്രദ്ധിക്കാം. നോക്കട്ടെ. നെക്സ്റ്റ് എന്താണ്? പിന്നെ ലോങ് വാക്ക്. നമ്മൾ എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രകൃതിയിലേക്ക് ലോങ് വാക്ക് നടത്തുക എന്നാണ് അവിടെ പറയുന്നത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യുക? പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരുപാട് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആയോ നോക്കൂ. ഇപ്പൊ ഓക്കെ ആയോ? സെറ്റായില്ലേ? ഓക്കെ. അപ്പോ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യുക? ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് അവർക്ക് വിഷ്വലൈസ് ഹിസ് ഫ്യൂച്ചർ ആക്ഷൻ അല്ലെ? അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാവിയെ കുറിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് മുൻകൂർ പറയാം, നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകും, നാളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സൂ വിസിറ്റ് ചെയ്യാൻ പോകും എന്നെന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ പറയാം. അങ്ങനെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. ഇനി നമ്മൾ എന്താ കാണാൻ പോകുന്നത് അവർ ഒക്കെ എന്ത് ചെയ്യും? അവര് സെറ്റാക്കി വെക്കും. അവർക്ക് ആവശ്യമായ ബാസ്ക്കറ്റ് ഒക്കെ എന്ത് ചെയ്യും? അവര് സെറ്റാക്കി വെക്കും കേട്ടോ. അങ്ങനെയാണ്, അതാണ് നമ്മളവിടെ പറയുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തിന് പ്രാക്ടീസ് ചെയ്താൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കെയർ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ പഠിപ്പിക്കുക. അതുപോലെ ദേ മസ്റ്റ് ബി ചാൻസ് ടു കോണ്ടാക്ട് നേച്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രിഷിയേറ്റ് ഇറ്റ് ഈസ് ഓർഡർ, ഹാർമണി ആൻഡ് ബ്യൂട്ടി. എന്തൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം? നമ്മൾ പ്രകൃതിയുടെ സൗന്ദര്യം അല്ലെ, അതിൻ്റെ സമാധാനം, അതിൻ്റെ ശാന്തത, പ്രകൃതിയെ കുറിച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലോങ് വാക്ക് നടക്കണം. ഇടയ്ക്കിടയ്ക്ക് പല ഏരിയാസും നമ്മൾ എന്ത് ചെയ്യണം? വിസിറ്റ് ചെയ്യണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത്രയാണ് നമ്മളവിടെ പറയുന്നത്. ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയുന്ന പോർഷൻ തന്നെയാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് നേച്ചർ ഇൻ എഡ്യൂക്കേഷൻ അല്ല, നേച്ചർ ഇൻ എഡ്യൂക്കേഷൻ, പ്രകൃതി വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ മരിയ മോണ്ടിസോറി പറയുന്നത് വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളിലേക്ക് വന്നു ചേർന്നോളൂ. നമ്മൾ എന്ത് ചെയ്യണ്ട? പഠിപ്പിക്കണ്ട, അവരെന്ത് ചെയ്യോളും? അത് അബ്സോർബ് ചെയ്തോളും, അത് കുഞ്ഞുങ്ങളിലേക്ക് എന്ത് ചെയ്യും? വന്നു ചേർന്നോളും എന്നാണ് ആര് പറയുന്നത്? മരിയ മോണ്ടിസോറി പറയുന്നത്. അവിടെ ഏറ്റവും വലിയ പ്രത്യേകത, മാൻ ഹാസ് ക്രിയേറ്റഡ് എൻജോയ്മെന്റ് ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് ബ്രോട്ട് അബൌട്ട് ദ സ്ട്രോങ് ഹ്യൂമൻ ലവ് ഇൻ കമ്മ്യൂണിറ്റി ഇൻ ലൈഫ്. മനുഷ്യർ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? മനുഷ്യരെപ്പോഴും
കമ്മ്യൂണിറ്റി ലൈഫാണ് ഇഷ്ടപ്പെടുന്നത്. പണ്ട് കാലം തൊട്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് മനുഷ്യർ കൂട്ടമായിട്ടാണ് ജീവിച്ചിരുന്നത്. മനുഷ്യർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി ലൈഫാണ്. കൂട്ടമായി ജീവിക്കാനാണ് മനുഷ്യര് ഇഷ്ടപ്പെടുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് മനുഷ്യര് ഇഷ്ടപ്പെടുന്നത്. പിന്നെന്താണ് കുട്ടികളുടെ പ്രത്യേകത? അപ്പൊ മോണ്ടിസോറി കുട്ടികളുടെ പ്രത്യേകത, അവർക്ക് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് റൂമിലെ അതേ അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവളുടെ വീടുകളിലെ അതേ അറ്റ്മോസ്ഫിയർ തന്നെയാണ് എന്ത് അവർക്ക് നമ്മൾ സ്കൂളുകളിലും ഒരുക്കേണ്ടത്. അവരുടെ വീട് എങ്ങനെയാണോ സെക്കൻഡ് ഹോം എന്നാ പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ മോണ്ടിസോറി ഹൗസ് എന്നാ പറയാം. അപ്പൊ അതേ രീതിയിലായിരിക്കണം അവർക്ക് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്.